ചെമ്മാട് ദാറുൽ ഹുദ ബിരുദദാന സമ്മേളനത്തിന് ഉജ്ജ്വല സമാപ്തി. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. ചെമ്മാട് ദാറുൽ ഹുദ ബിരുദദാന സമ്മേളനത്തിന് ഉജ്ജ്വല സമാപ്തി. സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് ദേശാതിർത്തികൾ ഭേദിച്ച് ചൈത്രയാത്ര തുടരുന്ന ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക സർവകലാശാലയുടെ ബിരുദദാന സമ്മേളനത്തിന് പ്രൌഢ സമാപ്തി. വാർസിറ്റിയുടെ 28ാം ബാച്ചിൽ നിന്ന് 269 ഹുദവി പണ്ഡിതരാണ് ഈ വർഷം ബിരുദപട്ടം സ്വീകരിച്ച് കർമ്മരംഗത്തേക്കിറങ്ങിയത്. ഇതോടെ ദാറുൽ ഹുദയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചവരുടെ എണ്ണം 3749ആയി. ഇന്നലെ ബിരുദം സ്വീകരിച്ചവരിൽ 36 പേർ കേരളേതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. പൂർവികരായ പണ്ഡിതരുടെ പാരമ്പര്യവും ആത്മീയ ഉൾക്കാഴ്ചയും മാതൃകയാക്കി പ്രബോധന രംഗത്ത് സജീവമാക്കണമെന്നും പുതിയ കാലത്ത് വളർന്നുവരുന്ന നിരീശ്വര സ്വതന്ത്ര ചിന്തകളെ കാലോചിതമായി നേരിടാൻ യുവ പണ്ഡിതർ പ്രതിജ്ഞാബദ്ധരാകണമെന്നും സമ്മേളനം ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ദാറുൽ ഹുദയിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഹാദിയയും നടത്തുന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ ന്യൂനപക്ഷ സമൂഹത്തിന് പ്രതീക്ഷാവഹമാണെന്നും പ്രവർത്തന മേഖല കൂടുതൽ ദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ബിരുദദാന സമ്മേളനം വാർസിറ്റി ചാൻസലർ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്തു. ബിരുദദാനവും തങ്ങൾ തന്നെ നിർവഹിച്ചു. ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നത്വി അധ്യക്ഷനായി. അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. ദാറുൽ ഹുദ ജനറൽ സെക്രട്ടറി യു ഷാഫി ഹാജി ചെമ്മാട് സ്വാഗതം പറഞ്ഞു. MT അബ്ദുള്ള മുസ്ലിയാർ, കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ, MP മുസ്താഫൽ ഫൈസി, ഹൈദർ ഫൈസി പനങ്ങാങ്ങര, ആതിർശ്ശേരി ഹംസകുട്ടി മുസ്ലിയാർ, CK അബ്ദുൾ റഹ്മാൻ ഫൈസി അരിമ്പ്ര, PK കുഞ്ഞാലിക്കുട്ടി, PV അബ്ദുൽ വഹാബ് MP, അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ MP, KPM മജീദ് MLA എന്നിവർ പ്രസംഗിച്ചു. PSH തങ്ങൾ പരപ്പനങ്ങാടി, പുത്തനഴി മൊയ്തീൻ ഫൈസി, KA റഹ്മാൻ ഫൈസി ഖാവനൂർ, നാസ്വിർ ഫൈസി കൂടത്തായി, അബ്ദുൽ ഗഫൂർ ഖാസിമി കുണ്ടൂർ, അബൂബക്കർ ഫൈസി മലയമ്മ, പാതിരമണ്ണ അബ്ദുറഹ്മാൻ ഫൈസി, അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി, കുഞ്ഞിമോൻ കാക്കിയ, സഫാരി സൈനുൽ ആബിദീൻ, അബൂബക്കർ ഹാജി ബ്ലാത്തൂർ, PA ജബ്ബാർ ഹാജി, കിഴേടത്ത് ഇബ്രാഹിം ഹാജി, M അബ്ദുറഹ്മാൻ കുട്ടി ചെമ്മാട്, CM അബ്ദുസമദ് ഫൈസി, PV മുഹമ്മദ് മൗലവി, VP മീരാൻ ധാരിമി കാവന്നൂർ, സയ്യിദ് ഹുസൈൻ തങ്ങൾ മസ്തിക്കുണ്ട്, TM ഹൈദർ ഹാജി, A അബ്ദുറഹ്മാൻ, P ഇസ്ഹാഖ് ബാഘവി, KC മുഹമ്മദ് ബാഘവി, മുസ്തഫ ഹുദവി ആക്കോട്, C ഉമറുൽ ഫാറൂഖ് ഹുദവി പാലത്തിങ്ങൽ, സയ്യിദ് ഷാഹുൽ ഹമീദ് ഹുദവി എന്നിവർ പങ്കെടുത്തു. രാവിലെ 10 മണിക്ക് നടന്ന സ്ഥാനവസ്ത്ര വിതരണം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP മുഖ്യാതിഥിയായി. PG ഡീൻ P അബ്ദുഷക്കൂർ ഹുദവി ചെമ്മാട് അധ്യക്ഷനായി. ഷറഫുദ്ദീൻ ഹുദവി ആനമങ്ങാട്, ഡോക്ടർ റഫീഖ് ഹുദവി കരിമ്പനക്കൽ, PK അബ്ദുൽ നസീർ ഹുദവി, KP ജാഫർ ഹുദവി കൊളത്തൂർ എന്നിവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന ഫാത്തിമ സഹറ വനിതാ ക്യാമ്പസിൽ നിന്ന് സഹറാവിയ പഠനം പൂർത്തീകരിച്ച 60 പേർക്കുള്ള ബിരുദദാനം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നത്വി ഉദ്ഘാടനം ചെയ്തു. യു ഷാഫി ഹാജി ചെമ്മാട് അധ്യക്ഷനായി. 3 മണിക്ക് നടന്ന 2ാം സെഷനിൽ സയ്യിദത്ത് സുൽഫത്ത് ബിവി പാണക്കാട് ബിരുദദാനം നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. ഇന്തോനേഷ്യയിൽ 13,000-ലധികം ദ്വീപുകളുണ്ട്. ഇന്തോനേഷ്യ എന്ന രാജ്യത്ത് കുറേ ആളുകൾ ഓരോ ദ്വീപിലുണ്ട്. കണക്കിലൂടെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മുത്തനബിയുടെ ഉമ്മത്ത് എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ ദഅവത്ത് നിർവഹിക്കട്ടെ എന്ന തീരുമാനമാണ് അല്ലാഹു എടുത്തത്. അപ്പോൾ മുത്തനബി പറഞ്ഞു, എന്തെങ്കിലും നമ്മളെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, കൈമാറണം. അങ്ങനെയാണ് വളരെ താല്പര്യത്തോടു കൂടി മദീന ജീവിതം നയിച്ചിരുന്ന സഹാബികൾ മുത്തനബിയുടെ വഫാത്തിന് ശേഷം ലോകത്തിൽ നാനാഭാഗത്തേക്കും സംക്രമിച്ചത്. യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. യാത്രയുടെ അസൗകര്യങ്ങൾ സഹിച്ചുകൊണ്ട് യാത്ര പോവുകയാണെങ്കിൽ അഴക്
വാക്ക് അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ്. മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി. നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം. തൂബ ജ്വല്ലറി, മെയിൻ റോഡ്, ചെമ്മാട്.